ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ടത്തിൽ ഭേദപ്പെട്ട പോളിംഗ് 1 മണിവരെ 35% പോളിംഗ് രേഖപ്പെടുത്തി. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നിവർ വോട്ട് രേഖപ്പെടുത്തി. यही तो होता है, हम अपने सारे गिले शिकवे एक साइड करके हम अपने संविधान के लिए, अपने लोकतंत्र के लिए हम अपना वोट दे रहे हैं और मुझे इस बात पर गर्व है, This is the festival of democracy, celebration of the rights of the sovereignty of the people of India. So it's a great feeling to be a part of it. Thank you very much. सर, मैं मानता हूं कि ये देश जितनी जल्दी हम आशा कर रहे हैं उससे पहले ही विश्व की बड़ी ताकत बन के उभरेगा। और ये चुनाव जो है ये तो लोकतंत्र का त्योहार है। जो सार्वभौमिक सत्ता है हमें याद दिलाता है कि सार्वभौमिक सत्ता का स्रोत इस देश का साधारण नागरिक है और इसमें गर्व की अनुभूति होती है कि हम इस लोकतंत्र का हिस्सा हैं। हम इस जो आम बिल्कुल साधारण व्यक्ति की जो अधिकार है हम उसका त्योहार मना रहे हैं। ഡൽഹിയിൽ വോട്ടെടുപ്പ് മന്ദഗതിയിലാക്കാൻ ലഫ്റ്റനന്റ് ഗവർണർ പോലീസിനെ ഉപയോഗിക്കുന്നുവെന്ന ആരോപണവുമായി ആം ആദ്മി പാർട്ടി രംഗത്തെത്തി. എന്നാൽ ആരോപണം ലഫ്റ്റനന്റ് ഗവർണർ നിഷേധിച്ചു. ER രാകേഷാണ് ചേർന്നത്. രാകേഷ്, ആദ്യം ഈ ഇത്തരത്തിലൊരു ആരോപണത്തിന്റെ സാഹചര്യം എന്താണ്? എൽദോ, ആരോപണം ആം ആദ്മി പാർട്ടിയാണ് ഉന്നയിച്ചത്. കാരണം ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന്, കാരണം ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും അവിടെ സഖ്യമായാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ സഖ്യത്തിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ പോലീസിനെ ഉപയോഗിച്ച് ലഫ്റ്റനന്റ് ഗവർണർ ഇത്തരത്തിൽ വോട്ടെടുപ്പ് മന്ദഗതിയിലാക്കാൻ നീക്കം നടത്തുമെന്ന ആരോപണമായി ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ് രംഗത്തെത്തിയത്. പക്ഷേ ലഫ്റ്റനന്റ് ഗവർണർ അത് നിഷേധിച്ചുകൊണ്ട്, LGയുടെ ഓഫീസ് നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അതായത് പോലീസിനെ പഴിചാരി കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ആരോപണം തെറ്റാണെന്ന പ്രതികരണം ലഫ്റ്റനന്റ് ഗവർണറുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. സമാനമായൊരു പ്രതിഷേധം ജമ്മു കശ്മീരിലും നടക്കുന്നുണ്ട്. കാരണം ജമ്മു കശ്മീരിൽ അനന്ത്നാഗ് രജൌരി മണ്ഡലത്തിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. അവിടെ PDPയുടെ സ്ഥാനാർത്ഥി മെഹബൂബ് മുഫ്തിയാണ്. മെഹബൂബ് ആരോപിക്കുന്നത് PDPയുടെ പോളിംഗ് ഏജന്റുമാരെയൊക്കെ തന്നെ കസ്റ്റഡി എടുത്തിരിക്കുകയാണ്. അപ്പോൾ അവരെ വിട്ടയക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് മെഹബൂബ. ഒപ്പം തന്നെ സമാനമായ ആരോപണം, അവിടെ വോട്ടിംഗ് മന്ദഗതിയിലാക്കാൻ നീക്കം പോലീസ് നടത്തുന്നുവെന്ന ആരോപണം മെഹബൂബ് മുഫ്തിയും ഉന്നയിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഡൽഹിയിലും കശ്മീരിലും സമാനമായ ആരോപണം രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്ത്, സ്ഥാനാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇത് ഒഴിച്ചു നിർത്തിയാൽ കാര്യമായ സംഘർഷങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഇന്ന് ഡൽഹി അടക്കമുള്ള പ്രദേശങ്ങളിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ പല പ്രധാനപ്പെട്ട നേതാക്കളും VVIPകളും ഇന്ന് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ തുടങ്ങിയവർ ഡൽഹിയിൽ വോട്ട് രേഖപ്പെടുത്തി. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒരുമിച്ചെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒപ്പം കേന്ദ്രമന്ത്രിമാർ, പ്രത്യേകിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ഹർദീപ് സിംഗ് പുരി തുടങ്ങിയ നേതാക്കളൊക്കെ തന്നെ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഡൽഹി ഈ ആറാം ഘട്ടത്തിൽ ഏറെ നിർണായകമായ ഒരു സംസ്ഥാനമാണ്. പ്രത്യേകിച്ച് അവിടെ ഇന്ത്യ സഖ്യത്തിനൊരു പരീക്ഷണശാല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രദേശത്താണ് വോട്ടെടുപ്പ് നടക്കുന്നത്. കാരണം മുൻകാലങ്ങളിലെ രാഷ്ട്രീയ എതിർപ്പുകളൊക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ട് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സഖ്യമായി മത്സരിക്കുന്നു എന്ന പ്രത്യേകത കൂടി ഡൽഹിക്കുണ്ട്. അപ്പോൾ എങ്ങനെ നേതാക്കൾ തമ്മിലൊരു ഐക്യം താഴെത്തട്ടിൽ ഉണ്ടായിട്ടുണ്ടോ, വോട്ടർമാർക്കിടയിൽ അതിനെ സ്വാധീനിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചും BJPയെ സംബന്ധിച്ചും ഏറെ നിർണായകം തന്നെയാണ് ഡൽഹിയിലെ ജനവിധി. ഹരിയാനയിലും നിർണായകമായ സീറ്റുകളിൽ വോട്ടെടുപ്പ് നടക്കുന്നു. കാരണം 10 സീറ്റുകളിലാണ് ഹരിയാനയിൽ കഴിഞ്ഞ തവണ മുഴുവൻ സീറ്റിലും വിജയിച്ചത് BJP ആണ്. അവിടെ ആ ഒരു വോട്ട് ബാങ്കിൽ ഇന്ത്യ സഖ്യത്തിന് വിള്ളലുണ്ടാക്കാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. കാരണം ഇന്ത്യ സഖ്യം വലിയ രീതിയിൽ പ്രതീക്ഷ വയ്ക്കുന്ന സംസ്ഥാനമാണ് ഹരിയാന. മാത്രവുമല്ല, സർക്കാർ അവിടെ 10 വർഷമായി BJP ഭരിക്കുന്നു. കർഷക സമരം തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ അവിടെ നേരിടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഇന്ത്യ സഖ്യത്തിന് വോട്ടാകുമെന്നത് ഏറെ നിർണായകമാണ്. ഏതായാലും കഴിഞ്ഞ തവണ 2019 കണക്കെടുക്കുകയാണെങ്കിൽ BJP മുന്നേറ്റമുണ്ടാക്കിയ മേഖലകളാണ് ഈ മണ്ഡലങ്ങൾ.
58-ൽ 45 വിജയിച്ചത്. NDA കോൺഗ്രസിന് ഒരു സീറ്റ് മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത്. പശ്ചിമ ബംഗാളും BJPയുടെ പ്രകടനം എങ്ങനെയെന്ത് നിർണായകമായിരിക്കും. കാരണം കഴിഞ്ഞ തവണ കൂടുതൽ സീറ്റുകൾ നേടിയ തൃണമൂൽ കോൺഗ്രസ് ആയിരുന്നെങ്കിലും ഈ 6ാം ഘട്ടത്തിൽ 8 മണ്ഡലങ്ങളിൽ 5ഉം BJPക്കൊപ്പമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ തവണത്തെ പ്രകടനം ആവർത്തിക്കാൻ BJPക്ക് കഴിയുമോ എന്നുള്ളതൊക്കെ നിർണായകമായ കാര്യമാണ്. ഏതായാലും 35% വോട്ടുകളിലോടം തന്നെ പോൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1 മണി വരെ 35% പോളിംഗ് രേഖപ്പെടുത്തി എന്നുള്ളതാണല്ലോ. ഈ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് കൂടുതൽ കുറവ് എന്ന തരത്തിൽ വിലയിരുത്താൻ കഴിയുമോ? എൽദോ 35 എന്നുള്ളതൊരു ഏകദേശ കണക്ക് മാത്രമാണ്. കാരണം കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി 11 മണി വരെയുള്ള കണക്കുകളാണ് വന്നിട്ടുള്ളത്. 11 മണി വരെ 25.76. സ്വാഭാവികമായും 2 മണിക്കൂർ കൊണ്ട് 10%-ലധികം വോട്ട് പോൾ ചെയ്യാൻ തന്നെയാണ് സാധ്യത. ഒരുപക്ഷെ 35-നും 40%-നും ഇടയിലുള്ള പോളിംഗ് ആയിരിക്കും ഈ ഔദ്യോഗിക കണക്ക് വരുമ്പോൾ രേഖപ്പെടുത്താൻ സാധ്യത. ഏതായാലും ഈ സംസ്ഥാനങ്ങളിൽ 11 മണി വരെയുള്ള കണക്കുകൾ പ്രകാരം ഏറ്റവും ഉയർന്ന പോളിംഗ് പശ്ചിമ ബംഗാളിൽ തന്നെയാണ് 36.88. ഒഡീഷയിലാണ് ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 11 മണി വരെ 21.3% മാത്രമാണ് പോളിംഗ്. ബീഹാറിൽ 23.67, ഹരിയാനയിൽ 22.09, ജമ്മു കാശ്മീരിൽ 23%, ജാർഖണ്ഡിൽ 27.8, ഡൽഹിയിൽ 21.69, UPയിൽ 27.6 എന്നിങ്ങനെയാണ് പോളിംഗ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഈ സാധാരണഗതിയിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ മൊത്തം പാറ്റേൺ എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആദ്യ 3 ഘട്ടങ്ങളിൽ വലിയ കുറവുണ്ടായെങ്കിൽ 4ാമത്തെയും 5ാമത്തെയും ഘട്ടത്തിൽ ആ ഒരു വിടവ് നികത്തുന്നതാണ് കണ്ടത്. അതായത് പോളിംഗ് ശതമാനം കൂടിയില്ലെങ്കിൽ പോലും നേരിയ കുറവ് മാത്രമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത്തവണയും പോളിംഗ് ഉയരുമെന്നൊരു പ്രതീക്ഷ. കഴിഞ്ഞ തവണത്തേക്ക് മുംബൈ അടക്കമുള്ള നഗരമേഖലകളായിരുന്നു വോട്ടെടുപ്പ് എങ്കിൽ പോലും നേരിയ വ്യത്യാസം മാത്രമാണ് ഉണ്ടായത്. അപ്പോൾ 6ാം ഘട്ടത്തിലും പോളിംഗ് ഉണ്ടാകും. പോളിംഗ് കഴിഞ്ഞ തവണത്തിനൊപ്പം നിൽക്കുമെന്നൊരു പ്രതീക്ഷ ആയതായാലും രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. പ്രത്യേകിച്ച് BJPക്കും ഇന്ത്യ സഖ്യത്തിനുമുണ്ട്. ആ ഒരു പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുകയും ചെയ്യുന്നത്. രാജേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത് നാഷണൽ ഡെസ്കിൽ നിന്ന്. ഡൽഹി